ഹായ് ഓൾ, 7th സ്റ്റാൻഡേർഡിലെ 8th ചാപ്റ്ററായ പവർ ടു ദ പീപ്പിൾ, അധികാരം ജനങ്ങളിലേക്ക് എന്ന ഭാഗമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഗാന്ധിജിയുടെ ഒരു കൊട്ടേഷനാണ്. ഗാന്ധിജീസ് ഡ്രീം. ഹരിജനിൽ അദ്ദേഹം 1942 പ്രസിദ്ധീകരിച്ച ഒരു കൊട്ടേഷനാണിത്. My idea of village Swaraj is that it is a complete republic, independent of its neighbors for its own vital wants and yet interdependent for many others, in which dependence is a necessity. Thus, every village's first concern will be to grow its own food crops and cotton for its cloth. It should have a reserve for cattle, recreation and playground for adults and children. Then, if there is more land available, it will grow useful money crops. എന്താണ് പറയുന്നത്? ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ഐഡിയ ആയ വില്ലേജ് സ്വരാജ്, ഗ്രാമസ്വരാജിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഓരോ ഗ്രാമവും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിപ്പബ്ലിക് ആയിരിക്കണം. അതിൻ്റേതായ പരമാധികാരം അതിനുണ്ടായിരിക്കണം. അത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അതിൻ്റെ കാര്യമായിട്ട് അത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഓരോ ഗ്രാമത്തിൻ്റെയും ഫസ്റ്റ് കൺസേൺ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഫുഡ് ക്രോപ്സ് നിർമ്മിക്കാനും ക്ലോത്തിന് വേണ്ടിയിട്ട് കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യാനുള്ള സെൽഫ് സഫിഷ്യൻസി അഥവാ സ്വയം പര്യാപ്തത ഓരോ ഗ്രാമത്തിനും വേണം എന്നാണ് ഗാന്ധിജിയുടെ ഒരു ഡ്രീമായിട്ട് അദ്ദേഹം പറയുന്നത്. അടുത്തത് ഡീസെൻട്രലൈസേഷൻ അഥവാ അധികാര വികേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്. ഡെമോക്രസി ബിക്കംസ് മീനിങ്ഫുൾ വെൻ പവർ ഈസ് ഡിസെൻട്രലൈസ്ഡ് ടു ഓൾ പീപ്പിൾ ആൻഡ് നോട്ട് സിംപ്ലി വെസ്റ്റഡ് വിത്ത് സം. എന്താണ് ജനാധിപത്യം അഥവാ ഡെമോക്രസി എപ്പോഴാണ് മീനിങ്ഫുൾ ആവുന്നത്, എപ്പോഴാണ് അർത്ഥവത്താവുന്നത്? അധികാരം ചില ജനങ്ങളിൽ മാത്രമായിട്ട് കേന്ദ്രീകരിക്കപ്പെടാതെ എല്ലാവരിലും ഒരുപോലെ കേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ജനാധിപത്യം എന്ന വാക്കിന് അതിൻ്റേതായ അർത്ഥമുണ്ടാകുന്നത്. Thus, in a political or administrative system, the transfer of power legally to the people to take decisions and execute them is called the decentralization of power. ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ എന്താണ് അധികാരം ജനങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്, അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുകയും ജനങ്ങളിൽ കൃത്യമായ രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴുമാണ് അധികാരം ജനങ്ങളിൽ കൃത്യമായിട്ട് എത്തുന്നത് എന്ന് പറയുന്നത്. അതായത് എന്താണ് നമ്മുടെ അവകാശങ്ങൾ നമുക്ക് കൃത്യമായി കിട്ടുകയും എല്ലാവരെയും ഒരുപോലെ ഈക്വാലിറ്റി അഥവാ സമത്വം നമുക്ക് കിട്ടുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഡെമോക്രസി മീനിങ്ഫുൾ ആവുന്നതും അധികാരം വികേന്ദ്രീകരിക്കപ്പെടുന്നതും. ഗാന്ധിജി believed that the soul of India lies in the villages and that the country can make progress only through the development of villages. ഗാന്ധിജി വിശ്വസിച്ചിരുന്ന എന്താണ്? ഭാരതത്തിൻ്റെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്നാണ് ഗാന്ധിജി വിശ്വസിച്ചിരുന്നത്.